ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SajuS TastelanD. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ടേസ്റ്റി ഒരു സൂപ്പർ പായസം റെസിപ്പിയാണ് കേട്ടോ. ഒരു ബ്രെഡ് നട്ട്സ് പായസം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് പശുവും പാലാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം. പാല് തിളച്ച് വരട്ടെ കേട്ടോ. ഈ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു പാന് ഇതുപോലെ ഇങ്ങനെ ചൂടാവാൻ വെക്കുക. എന്നിട്ട് ബ്രെഡ് ചൂടാക്കി എടുക്കാനായിട്ട് ഒരു 7 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പാന് ചൂടായി വരുമ്പോൾ ഓരോ ബ്രെഡ് ഇട്ടിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇതൊരു 2 സ്പൂണ് ചവ്വരിയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. അത് പാലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഇവിടെ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയാൽ മതിയാവും കേട്ടോ. നമ്മുടെ പാലും അതുപോലെ തന്നെ ചവ്വരിയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചവ്വരി വേവിച്ചതൊന്നും അല്ല കേട്ടോ, അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ഈ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം. ഇപ്പം കണ്ടോ, നമ്മുടെ പാലും ചവ്വരിയും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മുടെ ഈ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ എടുത്താൽ മതിയാവും. ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ചവ്വരി ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ചവ്വരി പെട്ടെന്ന് വേവുന്നത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പാലിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം, കുറച്ച് മധുരമാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഒരു 2 സ്പൂണ് പഞ്ചസാര, ഒരു വലിയ സ്പൂണാണ് കേട്ടോ, അതാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ ചവ്വരി ചേർത്തിട്ട്, ചവ്വരി ഇതിലേക്ക് അത്ര മസ്റ്റായിട്ടുള്ളതൊന്നല്ല കേട്ടോ. ഞാൻ ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചവ്വരി ചേർത്തിട്ടില്ലെങ്കിലും ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ അത് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇത്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തോ, എന്തായാലും ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മിൽക്ക് മെയ്ഡ്, ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് മതിയാകും. ഇതിലേക്ക് പാല് മാത്രമാണ് ചേർത്തിട്ടുള്ളത്, വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വെറും പാലാണ്. മാത്രമല്ല നെയ്യൊക്കെ ഉള്ള പാലാണ്, പശുവും പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ച് മതിയാകും. ഇനി മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതിയാവും. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ ഇതുപോലെയൊക്കെ. അപ്പോൾ പായസത്തിൻ്റെ ഏകദേശം സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പായസം. ഇനി വീണ്ടും ഒരു 2 സ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതൊരു 5-6 ഏലക്കായ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ തോടും എല്ലാം കൂടി ചേർത്താണ് ഞാൻ ഈ പായസത്തിലേക്ക് ഇടുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ബദാം, ഒരു 8-9 ബദാമുണ്ട്. അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതുകൂടി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഇതിലേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കി നമ്മൾ കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ രുചി നമുക്ക് അറിയുള്ളൂ. ഇത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, അത്രയും ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇത് ഇപ്പം തന്നെ സെർവ് ചെയ്യാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മതിയാവും കേട്ടോ. അതല്ല നമ്മൾ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെയൊക്കെ ഇരിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിരിക്കുമ്പോൾ തന്നെ വാങ്ങി വെക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവ്വരിയൊക്കെ ചേർത്ത കാരണം ഇത് കുറുകി പോകും. ചവ്വരി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ പായസം, ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരേപോലെയുള്ള എന്താ പറയുക, സേമിയ, അട അല്ലെങ്കിൽ ഗോതമ്പ് പരിപ്പ് ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അതിന് 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചോപ്പിച്ച് എടുക്കാം കേട്ടോ. ഈ മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വീർത്ത് വരുന്നതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞ് കളർ മാറി പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇത്രയൊക്കെ ആയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് നട്ട്സ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എന്താണോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും അവർ നല്ല റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് നട്ട്സ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.